നമസ്കാരം. CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിടവാങ്ങി. 2015 മുതൽ CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി. കേരളവുമായി അടുത്ത ബന്ധം. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ള ഏക സംസ്ഥാനമാണല്ലോ കേരളം. അതുകൊണ്ട് തന്നെ ഏറെ അടുപ്പം. കേരളത്തിലെ സഖാവ് VS അച്യുതാനന്ദനുമായും ഏറെ അടുപ്പമുള്ള ഒരു അഖിലേന്ത്യാ നേതാവാണ് സീതാറാം യെച്ചൂരി. ഒരു സൗമ്യ മുഖമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ. ഒരുപക്ഷെ ഇന്ത്യ മുന്നണി രൂപീകൃതമാകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട് യെച്ചൂരി. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇനിയുള്ള നാളുകളിൽ വളരെ നിർണായകമായി നിൽക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു സീതാറാം യെച്ചൂരി. ഓർമ്മിച്ചെടുക്കുവാൻ നിരവധി കാര്യങ്ങളുണ്ട്. കേരളവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയാൻ നിരവധി കാര്യങ്ങളുണ്ട്. ശ്രീ KM ഷാജഹാൻ, ഇതിൽ യെച്ചൂരിക്ക് നമുക്ക് ഒരുപക്ഷെ മറ്റ് കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് ഈ അവരുടെയൊക്കെ മുഖഭാവം കാണുമ്പോൾ നമുക്ക് അറിയാം ഇയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നൊക്കെ. പക്ഷേ യെച്ചൂരിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുമായിട്ടും വളരെ ഒരു സൗമ്യമായ മുഖമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ അടുപ്പം പുലർത്തിയിരുന്നു. എങ്ങനെയാണ് കാണാൻ കഴിയുന്നത്? വളരെ വ്യത്യസ്തനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു സീതാറാം യെച്ചൂരി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഈ പറഞ്ഞ പോലെ പരമ്പരാഗത കമ്മ്യൂണിസ്റ്റുകളുടെ ശരീരഭാഷ ഒട്ടുമില്ലാതിരുന്ന ഒരു നേതാവായിരുന്നു. 70കളുടെ മധ്യത്തിൽ CPMലേക്ക് വന്നു. അതിനുശേഷം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. 3 തവണ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ യൂണിയൻ്റെ ചെയർമാനായിരുന്നു. അതിനുശേഷം PhDക്ക് ചേർന്നു. പക്ഷേ PhD ഒന്നും പൂർത്തിയാക്കാൻ കഴിയാതെ പാർട്ടിയിലേക്ക് വന്നു. എനിക്ക് തോന്നുന്നു 80കളിലോ മറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. 75ലാണ് പാർട്ടി അംഗമായത് എന്നാണ് എനിക്ക് തോന്നുന്നത്. 82ലോ മറ്റോ. അതിനുശേഷം SFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റൊക്കെ ആയി. 80കളുടെ മധ്യത്തിലോ മറ്റോ കേന്ദ്ര കമ്മിറ്റി അംഗമായി. 95 ആണെന്നാണ് എൻ്റെ ഓർമ്മ. 95 മുതൽ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു എന്ന് തോന്നുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. 95 മുതൽ പോളിറ്റ് ബ്യൂറോയിൽ തുടരുകയായിരുന്നു. 2015 ദേശീയ ജനറൽ സെക്രട്ടറിയായി. ഇപ്പോൾ 3ാമത്തെ ടേം ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഈ അന്ത്യം. നിർഭാഗ്യവശാൽ അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ ആകസ്മികമായിട്ടാണ് സീതാറാം യെച്ചൂരിയുടെ മരണം ഉണ്ടായത്. പ്രത്യേകിച്ച് CPMൻ്റെ അടുത്ത സമ്മേളന നടപടികൾ ആരംഭിച്ചതിനെ തുടർന്നിട്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരമ്പരാഗതമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു തരത്തിലുള്ള ശരീരഭാഷയും ഏശാത്ത വളരെ സുമുഖനായ, ഈ പറഞ്ഞ പോലെ വളരെ സൗമ്യനായ, എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി നിലകൊള്ളുന്ന ഒരു ദേശീയ നേതാവായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് ഏറ്റവും വ്യത്യസ്തമായി നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും 2 കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത്. അതിലൊന്ന് കേരളവുമായിട്ടുള്ള ബന്ധം, ആ വിഷയം. അതോടൊപ്പം തന്നെ അഖിലേന്ത്യാ തലത്തിൽ സീതാറാം യെച്ചൂരി എല്ലാ കാലത്തും എടുത്തിരുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ലൈൻ. അതിൽ രണ്ടും ഒരല്പം വിശദമായി പറയാൻ ഞാൻ ആഗ്രഹിക്കണം. ഒന്ന്, കേരളവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം എന്ന് പറഞ്ഞാൽ അത് കേരളവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം സമം VSുമായിട്ടുള്ള അയാളുടെ ബന്ധം, അദ്ദേഹത്തിൻ്റെ ബന്ധം എന്ന് നമ്മൾ അതിനെ നിർവചിക്കേണ്ടി വരും. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. 2, അദ്ദേഹം അഖിലേന്ത്യാ തലത്തിൽ എടുത്തിരുന്ന രാഷ്ട്രീയ ലൈനുണ്ട്. ആ രാഷ്ട്രീയ ലൈൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും CPM കോൺഗ്രസുമായി ചേർന്ന് നിന്ന് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ലൈനാണ് അദ്ദേഹം എടുത്തിരുന്നത്. ഇത് രണ്ടും ഞാൻ ഒരല്പം വിശദമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം സമം അച്യുതാനന്ദനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം എന്ന് പറയുമ്പോൾ, അച്യുതാനന്ദനുമായി അടുത്ത ബന്ധമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പിണറായി വിജയൻ്റെ നേതൃത്വത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ
അഭിപ്രായ വ്യത്യാസം എന്നും നമ്മളതിനെ വായിച്ചെടുക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ 2001-2006 കാലഘട്ടത്തിലാണ് ഞാൻ VS അച്യുതാനന്ദൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ഞാൻ ജോലി ചെയ്തത്. ആ സമയത്താണ് യഥാർത്ഥത്തിൽ പിണറായി വിജയനുമായിട്ടുള്ള വലിയ തോതിലുള്ള വിഭാഗീയത അതിൻ്റെ പരകോടിയിൽ നിലനിന്നിരുന്ന ഒരു കാലം. ആ കാലം ഞാനിപ്പോൾ ഓർക്കുമ്പോൾ ആ കാലത്ത് CPM-ൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അല്ല, പ്രകാശ് കാരാട്ടായിരുന്നു. പ്രകാശ് കാരാട്ടിനൊപ്പം നിന്ന് പിണറായി വിജയന് വേണ്ടി അവിടെ ചരട് വലിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് S. രാമചന്ദ്രൻ പിള്ള എന്ന് പറയുന്ന പോളിറ്റ് ബ്യൂറോ പറയുന്നത്. ഈ S. രാമചന്ദ്രൻ പിള്ള എന്ന് പറഞ്ഞ പോളിറ്റ് ബ്യൂറോ മെമ്പറെ ഉപയോഗിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ പ്രകാശ് കാരാട്ടിലൂടെ തനിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ VS അച്യുതാനന്ദന് ധാർമ്മിക പിന്തുണ എല്ലാ സമയത്തും നൽകിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോളിറ്റ് ബ്യൂറോ അംഗം സീതാറാം യെച്ചൂരി ആയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് എനിക്ക് എൻ്റെ ഓർമ്മ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നമുക്കറിയാം, ഒരുപാട് വിഷയങ്ങളിൽ പിണറായി വിജയനെതിരെ VS പോരാടിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ലാവ്ലിൻ അഴിമതിയുമായി ബന്ധപ്പെട്ടൊരു വിഷയം. ലാവ്ലിൻ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ, അതുമായി ബന്ധപ്പെട്ട് VS-ൻ്റെ കത്തുകളൊക്കെ തന്നെ കേരളത്തിലൊരു പ്രധാനപ്പെട്ട CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം വഴിയാണ് ഇത് കേന്ദ്രത്തിലെത്തിയിരുന്നത്, ഡൽഹിയിലെത്തിയിരുന്നത്. ആ എത്തിയിരുന്ന കത്തുകളൊക്കെ തന്നെ പ്രകാശ് കാരാട്ടിനെത്തുന്ന അതേ സമയം തന്നെ അത് VS അച്യുതാനന്ദൻ സീതാറാം യെച്ചൂരിക്കും എത്തിക്കുമായിരുന്നു. അതേത് സംസ്ഥാന കമ്മിറ്റി അംഗം വഴിയാണ് എന്നുള്ളത് ഞാൻ ഇപ്പോൾ പുറത്ത് പറയുന്നില്ല. പക്ഷേ ആ സംസ്ഥാന കമ്മിറ്റി അംഗം ഇപ്പോഴും സംസ്ഥാന കമ്മിറ്റി അംഗമായി തന്നെ തുടരുന്നുണ്ട്. അയാൾ വഴി ഫ്ലൈറ്റിൽ, കാരണം ഞാൻ അന്ന് VS-ൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു, ഫ്ലൈറ്റിൽ അത് പ്രകാശ് കാരാട്ടിനും അതോടൊപ്പം തന്നെ സീതാറാം യെച്ചൂരിക്കും എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനം ഏകോപിപ്പിച്ചിരുന്നത് ഈ VS അച്യുതാനന്ദന് വേണ്ടി ഇത് ചെയ്തിരുന്നത് CPM-ലെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗമായി. അദ്ദേഹം എല്ലാ കാലത്തും VS അച്യുതാനന്ദൻ ഏറ്റവും പ്രധാനപ്പെട്ട അടുപ്പക്കാരനായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. എന്ന് മാത്രമല്ല, എൻ്റെ അറിവുള്ളിടത്തോളം കാലം ആ 2001-2006 കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും പിണറായി വിജയനെതിരായിട്ട് VS ഈ പോരാട്ടം നടത്തിയിരുന്ന സമയങ്ങളിലെല്ലാം തന്നെ VS അച്യുതാനന്ദൻ്റെ നയങ്ങൾക്ക് വേണ്ടി പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ ശക്തമായി ശബ്ദമുയർത്തിയിരുന്ന ഒരു നേതാവായിരുന്നു സീതാറാം യെച്ചൂരി. ഞാൻ യഥാർത്ഥത്തിൽ VS അച്യുതാനന്ദനോടൊപ്പം VS അച്യുതാനന്ദൻ ഉയർത്തിയിട്ടുള്ള ഈ പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, എറണാകുളത്ത് ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് സീതാറാം യെച്ചൂരി ഞാൻ നേരത്തെ കണ്ടിരുന്നു. അതെന്തിനാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അതായത് 4-ാം ലോക വിവാദം എന്ന് പറഞ്ഞൊരു വിവാദമൊന്നും ഉണ്ടായത്. ആ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് പശ്ചിമ ബംഗാൾ നേതാവായിട്ടുള്ള ഒരു സുഗമോൾ സെൻ എന്ന് പറഞ്ഞിട്ടുള്ള അതെ 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 ആ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ സുഗമോൾ സെൻ എന്ന് പറയുന്ന ബംഗാളിലെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തെ ഒരു കമ്മീഷനായി നിയമിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് VS-ൻ്റെ സാന്നിധ്യത്തിൽ ഞാനും സീതാറാം യെച്ചൂരി കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ സമയങ്ങളിലെല്ലാം തന്നെ VS അച്യുതാനന്ദൻ്റെ പോരാട്ടത്തോട് വലിയ തോതിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിരുന്ന ഒരാളായിരുന്നു സീതാറാം യെച്ചൂരി. എന്ന് മാത്രമല്ല, എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നൊരു കാര്യം, ലാവ്ലിൻ അഴിമതി വിഷയത്തിൽ പിണറായി വിജയൻ കുറ്റക്കാരനാണ്, പിണറായി വിജയന് പങ്കുണ്ട് എന്നുള്ള നിലയിലുള്ള പ്രതികരണങ്ങൾ പല അവസരങ്ങളിലും വ്യക്തിപരമായി VS-ൻ്റെ അടുത്ത് സീതാറാം യെച്ചൂരി ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് വളരെ വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അന്ന് സീതാറാം യെച്ചൂരിക്കുണ്ടായിരുന്ന ഒരു പരിമിതി എന്ന് പറയുന്നത്, പാർട്ടിയിൽ സീതാറാം യെച്ചൂരി ന്യൂനപക്ഷമായിരുന്നു, പോളിറ്റ് ബ്യൂറോയിൽ ന്യൂനപക്ഷമായിരുന്നു. പോളിറ്റ് ബ്യൂറോയിൽ പിണറായി വിജയനായിരുന്നു അന്ന് മേൽക്കൈ. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ലാവ്ലിൻ കേസിൽ പ്രതിയായതിനെ തുടർന്ന് എൻ്റെ അറിവ് ഇപ്പോൾ ശരിയാണെങ്കിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, പിണറായി വിജയൻ ഈ സ്ഥാനം ഒഴിയണം എന്നുള്ളതായിരുന്നു സീതാറാം യെച്ചൂരിയുടെ അഭിപ്രായം എന്നാണ് ഞാനന്ന് VS-ൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം VS ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു അഴിമതി കേസിൽ പ്രതിയാവുന്നത് ആദ്യമായിട്ടാണ് അങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലതെന്നുള്ളൊരു അഭിപ്രായത്തോടായിരുന്നു യെച്ചൂരിക്ക് ആ അഭിപ്രായത്തിനായിരുന്നു യെച്ചൂരി പിന്തുണ നൽകിയിരുന്നത്. എന്ന് മാത്രമല്ല,
VS-നോട് യെച്ചൂരി പറഞ്ഞ വേറൊരു കാര്യം കൂടെ എനിക്ക് ഓർമ്മയുണ്ട്. അത് പിന്നീട് VS ഒരു കത്തിൽ പോളിറ്റ് ബ്യൂറോയിൽ അറിയിക്കുകയും ചെയ്തു. അതെന്താണെന്ന് ചോദിച്ചാൽ 91-96 കാലഘട്ടത്തിലാണ് ഐക്യമുന്നണി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിരുന്ന സമയത്ത്, അതായത് നമ്മുടെ ദേവഗൗഡയൊക്കെ പ്രധാനമന്ത്രി. ആ സമയത്ത് അന്ന് ഐക്യമുന്നണിയുടെ പിന്നെ യുണൈറ്റഡ് ഫ്രണ്ടിൻ്റെ പിന്നെ ചെയർമാൻ എന്ന് പറയുന്നത് ലല്ലു പ്രസാദ് യാദവ് ആയിരുന്നു. അന്ന് ലല്ലു പ്രസാദ് യാദവ് ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അന്ന് ഹർകൃഷ്ണൻ സുർജിത്ത് ആയിരുന്നു പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി. അന്ന് കാലിത്തീറ്റ കുംഭകോണത്തിൽ പിന്നെ ഇയാൾ ഈ ലല്ലു പ്രസാദ് യാദവ് പ്രതിയാണെന്ന് ഉള്ള ഒരു വിവരം പുറത്തു വന്നതിനെ തുടർന്ന് അടിയന്തരമായി ഐക്യമുന്നണിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ലല്ലു പ്രസാദ് യാദവ് ഒഴിയണം എന്ന ശക്തമായിട്ടുള്ള അഭിപ്രായം അന്ന് മുന്നോട്ട് വെച്ചത് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഹർകൃഷ്ണൻ സുർജിത്തായിരുന്നു. മനസ്സിലായി? അപ്പോൾ അദ്ദേഹം മന്ത്രിയൊന്നും അല്ല ഈ ലല്ലു പ്രസാദ് യാദവ്. എന്നിട്ട് പോലും ഐക്യമുന്നണിയുടെ യുണൈറ്റഡ് ഫ്രണ്ടിൻ്റെ ചെയർമാൻ സ്ഥാനം ഇന്ന് രാജിവെക്കണമെന്ന് ശക്തമായിട്ടുള്ള ആവശ്യം ഉന്നയിച്ചത് സുർജിത്തായിരുന്നു. ആ ആവശ്യത്തെ തുടർന്ന് ലല്ലു പ്രസാദ് യാദവിന് ഐക്യമുന്നണിയുടെ ചെയർമാൻ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു എന്നാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. അപ്പോൾ അക്കാര്യം അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു പാർട്ടിയാണ്, നമ്മൾ അഴിമതി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെതിരെ ഇങ്ങനൊരു പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത് എന്നുള്ള അഭിപ്രായം VS-നോട് യെച്ചൂരി പറഞ്ഞിട്ടുണ്ട് എന്ന് VS-ൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അന്ന് എന്താ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ അന്ന് പാർട്ടിയിൽ ന്യൂനപക്ഷമാണ് യെച്ചൂരി. അതുകൊണ്ട് യെച്ചൂരിക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അത് ഒരു വശം. രണ്ടാമത്തെ ഒരു വശം എന്ന് പറയുന്നത് യെച്ചൂരി സംസ്ഥാന സെക്രട്ടറി ആയി കഴിഞ്ഞതിന് ശേഷം പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇവിടെ നടക്കുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലുമൊക്കെ തന്നെ യെച്ചൂരി വളരെ അസ്വസ്ഥനായി. ആ സമയമായപ്പോഴത്തേക്ക് VS പയ്യെ ചിത്രത്തിൽ നിന്ന് മാറി. പക്ഷേ VS ചിത്രത്തിൽ നിന്ന് മാറിയതിന് ശേഷമാണ് യഥാർത്ഥ VS ശരിക്കും ഈ പറഞ്ഞ പോലെ രോഗാതുരനായി മാറിയതിനെ തുടർന്നിട്ടാണ് യെച്ചൂരി ഈ പാർട്ടിയിൽ അധികാര സ്ഥാനത്തേക്ക് വരുന്നത്. 2016 2015 പോയി 2016 ആയപ്പോഴത്തേക്ക് VS രോഗാതുരനായി. ഒരുപക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് യെച്ചൂരി പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് VS സജീവമായി രാഷ്ട്രീയത്തിലുണ്ടായിരുന്നുവെങ്കിൽ പിണറായി വിജയൻ ഇതിനകം തന്നെ അധികാരഭ്രഷ്ടനാക്കപ്പെടുമായിരുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ യെച്ചൂരി ജനറൽ സെക്രട്ടറി ആകുമ്പോൾ VS പയ്യെ അപ്രസക്തനായി പോയി. മനസ്സിലായി? 2015 ജനറൽ സെക്രട്ടറി ആകുന്നത്. 2016 പിണറായി വിജയൻ ആദ്യ അധികാരം. അപ്പോൾ ഏതാണ്ട് പോയല്ലോ. VS 2016 കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ VS ഭരണപരിഷ്കാര കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് താവോട്ട് പോയി. അപ്പോഴാണ് യെച്ചൂരി പൊങ്ങി വരുന്നത്. അതാണല്ലോ സത്യപ്രതിജ്ഞ ചടങ്ങിന് ആ പ്രശ്നമൊക്കെ വന്നു. അപ്പം എന്നാൽ അതിനുശേഷവും യെച്ചൂരിക്ക് പിണറായി വിജയൻ്റെ ഈ പോക്കിനോട് ശക്തമായിട്ടുള്ള അമർഷം ഉണ്ടായിരുന്നു. അത് വളരെ വ്യക്തമായിരുന്നു. അതായിരുന്നു ആദ്യകാലത്തൊക്കെ ഈ VS-നെ സ്നേഹിച്ചിരുന്നവരൊക്കെ തന്നെ യെച്ചൂരിയോട് ഒരു വലിയ അടുപ്പം കാണിച്ചിരുന്നു എന്നുള്ളതാണ് കേരളത്തിൽ. അതെ. പക്ഷേ നിർഭാഗ്യവശാൽ VS അപ്രസക്തനായി. യെച്ചൂരി ദേശീയ ജനറൽ സെക്രട്ടറിയായി അധികാര സ്ഥാനത്തേക്ക് വന്നു. പക്ഷേ അന്നേരം ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ യെച്ചൂരിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടിയിരുന്ന ബംഗാൾ ഘടകം അപ്രസക്തമായി പോയി. ത്രിപുരയിലും അധികാരം പോയി. ബംഗാളിൽ നിന്നാണെന്നല്ലോ രാജ്യസഭാംഗമായിരുന്നത് യെച്ചൂരി. അതൊരു വശം. മറുവശത്ത് ബംഗാളിൽ നിന്നായിരുന്നു ഏറ്റവും വലിയ പിന്തുണ യെച്ചൂരിക്ക് പതിറ്റാണ്ടുകളായി കിട്ടിക്കൊടുക്കുന്നത്. അത് അപ്രസക്തമായി. അതുപോലെ തന്നെ ത്രിപുരയും പോയി. മനസ്സിലായി? അപ്പോൾ ഇത് രണ്ടും പോയപ്പോൾ എന്ത് സംഭവിച്ചു? പിണറായി വിജയൻ ഒരു ഏക ഛത്രാധിപതിയായി. കാരണം പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ മാത്രമേ ഇന്ത്യയിൽ ഉള്ളൂ എന്നുള്ള നിലയിലേക്ക് വന്നു. അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി? വീണ്ടും യെച്ചൂരിയുടെ കൈകൾ ബന്ധിപ്പിക്കപ്പെട്ടു. കാരണം കേന്ദ്ര പാർട്ടി നടത്തിക്കൊണ്ടു പോകുന്നതിന് ആവശ്യമായിട്ടുള്ള ചെലവിൻ്റെ കാശ് വരെ ഇവിടുന്ന് വേണം. അവിടെ പെട്രോൾ അടിക്കുന്നതിനുള്ള കാശ് വരെ ഇവിടുന്ന് കൊടുക്കണം എന്നുള്ള നിലയിലേക്ക് വന്നു. MP-മാരുടെ എണ്ണമൊക്കെ വലിയ തോതിൽ കുറഞ്ഞു. പിണറായി വിജയൻ ഒരു ലാസ്റ്റ് വേർഡായിട്ട് മാറി. അപ്പോഴും പിണറായി വിജയനെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാടെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയാണ് പിണറായിക്ക് കീഴ്പ്പെട്ടു പോയി. അത് രണ്ടാം ഘട്ടം. മൂന്നാം ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്നാം ഘട്ടമാണ് യഥാർത്ഥത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ വമ്പൻ തോൽവി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വമ്പൻ തോൽവി വന്നതോടുകൂടി യെച്ചൂരി വീണ്ടും സജീവമായി. കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പരാമർശം വന്നു.
അയാൾ ഇവിടെ വന്നു, ശക്തമായിട്ടുള്ള നിലപാടെടുത്തു. പാർട്ടി സമ്മേളനങ്ങളിലൊക്കെ തന്നെ പിണറായിക്കെതിരായിട്ടുള്ള വലിയ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉയർന്നു വരികയായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ പറഞ്ഞതുപോലെ ആകസ്മികമായി അദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടാകുന്നത്. മനസ്സിലായോ? അപ്പം യെച്ചൂരിയെ സംബന്ധിച്ചിടത്തോളം കേരളവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാ കാലത്തും യെച്ചൂരി കേരളത്തിലെ പാർട്ടിയുടെ ജീർണത, ആ ജീർണതയ്ക്കെതിരെ കൃത്യമായിട്ടുള്ള നിലപാട് എടുക്കുകയും ആ ജീർണതയ്ക്ക് ഉത്തരവാദിയായിട്ടുള്ള പിണറായി വിജയൻ്റെ നിലപാടുകൾക്കെതിരെ എല്ലാ കാലത്തും സുദൃഢമായിട്ടുള്ള നിലപാടെടുത്ത ആളുമാണ് യെച്ചൂരി എന്നുള്ള നിലയിലാണ് യെച്ചൂരി ഓർമ്മിക്കപ്പെടുക. അപ്പോൾ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടായ കനത്ത തോൽവിയുടെ പ്രധാന ഉത്തരവാദി പിണറായി തന്നെയാണെന്ന് യെച്ചൂരി വളരെ കൃത്യമായി അത് വളരെ കൃത്യമായി അറിയാമായിരുന്നു. അത് പല നേതാക്കന്മാരോടും അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതിൽ പോലും ഇയാൾക്ക് വലിയ പങ്കുണ്ട്, യെച്ചൂരിക്ക് വലിയ പങ്കുണ്ട്. കാരണം വിജയരാഘവനെ സെക്രട്ടറി ആക്കാനായിരുന്നു പിണറായി കരുക്കൾ നീക്കിയത്. കാരണം കോടിയേരി ബാലകൃഷ്ണൻ രാജിവെച്ച ഒഴിവിൽ അന്ന് കുറച്ച് നാൾ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ അയാളെ പോളിറ്റ് ബ്യൂറോയിലേക്ക് കൊണ്ടുവന്നു. അയാളെ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കണം എന്നുള്ളതായിരുന്നു പിണറായി വിജയൻ്റെ ആഗ്രഹം. അതിൽ നിന്ന് മാറ്റി എം വി ഗോവിന്ദനെ സെക്രട്ടറി ആക്കുകയും പാർട്ടിയിലൊരു ഉടച്ചുവാർക്കൽ നടത്തുന്നതിന് എം വി ഗോവിന്ദന് വലിയ തോതിലുള്ള പിന്തുണ കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ യെച്ചൂരി എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുന്നത് കേരളത്തിലെ പാർട്ടിയുടെ ജീർണതയ്ക്കെതിരായിട്ടുള്ള സമരത്തിൽ വലിയ പങ്കുവച്ചു എന്നുള്ള ഒരാളെന്നുള്ള നിലയിൽ. രണ്ട്, വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ നേതാവുമായിട്ട് അയാൾക്കുണ്ടായിരുന്ന ബന്ധം വേറെ ഒരു നേതാവുമായിട്ടും വി എസ് അച്യുതാനന്ദന് കേന്ദ്ര നേതൃത്വത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം കേരളത്തിൽ നിന്നുള്ളത് എസ് രാമചന്ദ്രൻപിള്ള എല്ലാ കാലത്തും പിണറായി വിജയൻ്റെ ഒരു കയ്യാളായിട്ടാണ് നിന്നിട്ടുള്ളത്. എം എ ബേബിയൊക്കെ വേറൊരു ലെവലിൽ ആണ് നിന്നിട്ടുള്ളത്. അവരൊക്കെയാണുള്ളത്. കോടിയേരി ബാലകൃഷ്ണനാണെങ്കിൽ ഒരിക്കലും വി എസുമായിട്ട് ആ ഒരു ബന്ധം. പക്ഷേ എല്ലാ കാലത്തും യെച്ചൂരിയുമായിട്ട് വളരെ അടുത്ത ഹൃദയബന്ധം സൂക്ഷിച്ചിരുന്ന ആളാണ് വി എസ്. പക്ഷേ അപ്പോഴും വി എസിന് ഈ പറഞ്ഞ പോലെ ഭാഷയുടെ പ്രശ്നമില്ലായിരുന്നു. പിന്നെ എങ്ങനെ അദ്ദേഹമായിട്ട് ഇടപെടുമായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാന കമ്മിറ്റി അംഗം, അതാണ് നേരത്തെ പറഞ്ഞത്, പേര് പറയുന്നില്ല. അതെ, ആ സംസ്ഥാന പേര് വെളിപ്പെടുത്താൻ പറ്റത്തില്ല എന്നുണ്ടോ? അല്ല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അയാൾക്ക് ഒരു കാരണം വെച്ചാൽ ഇപ്പോൾ കംപ്ലീറ്റ് പിണറായിട്ട് ചവിട്ടടി നിൽക്കുമ്പോൾ അയാൾക്ക് ഒരു തോന്നുന്നു. പക്ഷെ അയാൾ വഴിയാണ് ഈ യെച്ചൂരിയായിട്ടുള്ള ബന്ധം, കമ്മ്യൂണിക്കേഷൻ, മൊത്തം കമ്മ്യൂണിക്കേഷൻ. അയാൾക്കാണ് കേരളത്തിൽ നിന്ന് യെച്ചൂരി ഏറ്റവും കൂടുതൽ അടുത്ത ആത്മബന്ധമുള്ള ആൾ, ആ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. മനസ്സിലായോ? അപ്പം ഞാനും ആ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ആ കാര്യത്തിൽ സഹകരിച്ചിരുന്നത്. കാരണം ഈ വി എസ് അങ്ങോട്ട് അയക്കുന്ന കത്തുകൾ എഴുതുന്ന കാര്യത്തിലൊക്കെ തന്നെ എനിക്ക് വലിയൊരു പങ്കെന്ന് വഹിക്കാൻ കഴിഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിലൂടെ ആ ആൾ ഉപയോഗിച്ചുകൊണ്ട് അയാൾക്ക് ഈ പറഞ്ഞ ഫ്ലുവൻ്റ് ആയിട്ട് നല്ല ഇംഗ്ലീഷൊക്കെ പറയാൻ പറ്റുന്ന ആളാണ്. മനസ്സിലായില്ലേ? അപ്പം അയാൾ വഴിയാണ് ആ ബന്ധം. അപ്പോൾ അതാണ് സംസ്ഥാനവുമായി ഇ എസുമായി യെച്ചൂരിക്കുണ്ടായിരുന്ന ആത്മബന്ധം. അതാണ് ഒന്നാമത്തെ കാര്യം. ദേശീയ തലത്തിലുള്ള കാര്യം നമ്മൾ പരിശോധിച്ചാൽ എല്ലാ കാലത്തും അഖിലേന്ത്യാ തലത്തിൽ CPM എന്ന് പറഞ്ഞ പാർട്ടി കോൺഗ്രസുമായി ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള സുദൃഢമായിട്ടുള്ള നിലപാട് പതിറ്റാണ്ടുകളായി സ്വീകരിച്ചു പോകുന്ന ഒരാളാണ് യെച്ചൂരി. കാരണം CPM-നകത്ത് രണ്ട് വിഭാഗങ്ങളാണ് ആ കാര്യത്തിലുണ്ടായിരുന്നത്. യെച്ചൂരിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസുമായി ചേർന്ന് പോകണമെന്ന് പറയുന്ന ഒരു വിഭാഗവും പ്രകാശ് കാരാട്ടിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസുമായി ചേരരുത് എന്ന് പറയുന്ന ഒരു വിഭാഗം. ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളുണ്ടായിരുന്നു. ഈ വിഭാഗങ്ങൾ തമ്മിൽ നിരന്തരമായിട്ടുള്ള പോര് ദേശീയ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എല്ലാ കാലത്തും ആ ഒരു തർക്കത്തിൽ യെച്ചൂരിക്കൊപ്പമാണ് കേരളത്തിലെ പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി. കാരണം കോൺഗ്രസ് ആണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട അതുകൊണ്ട് തന്നെ. പക്ഷേ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസുമായി ചേർന്ന് പോകണം എന്നുള്ളതായിരുന്നു യെച്ചൂരിയുടെ ഇത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ രാഹുൽ ഗാന്ധിയായിട്ട് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ആൾ യെച്ചൂരിയായിരുന്നു. എന്ന് മാത്രമല്ല സോണിയാഗാന്ധി പോലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനങ്ങളെല്ലാം എടുക്കുമ്പോഴത്തേക്കും യെച്ചൂരിയുമായിട്ട് ആലോചിക്കും. ഇപ്പോഴും അപ്പം അതാണ് അഖിലേന്ത്യാ തലത്തിൽ അയാൾക്കുണ്ടായിരുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അതിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെയൊക്കെ തന്നെ ഒരു മുൻതൂക്കം പ്രകാശ് കാരാട്ട് വിഭാഗത്തിലായിരുന്നു. എന്നാൽ ഇത്തവണ അത് പൂർണ്ണമായും മാറി. കാരണം ഇന്ത്യ മുന്നണി രൂപീകൃതമാകുന്നതിൽ യെച്ചൂരിക്ക് വലിയ പങ്കുണ്ട് എന്ന് അല്ല ഞാൻ പറയുന്നത്. അത് ഞാൻ അങ്ങനെ കാണുന്നില്ല.
കാരണം ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിൽ വലിയ പങ്കെന്ന് പറയുമ്പോഴത്തേക്കും അതൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ ഒരു പറഞ്ഞ പോലെ ഒരു മഹത്വവൽക്കരിക്കാൻ വേണ്ടി മരിച്ചു കഴിയുമ്പോൾ പറയാമെന്നല്ലാതെ അത് അയാളുടെ നേതൃത്വം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ CPM-നകത്ത് അയാൾ കൺസിസ്റ്റൻ്റായി കോൺഗ്രസുമായി ചേർന്ന് വേണം അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കാനെന്നും കോൺഗ്രസുമായി ചേർന്ന് നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ BJP-യെ ഫലപ്രദമായി തടയാൻ കഴിയൂ എന്നുള്ള നിലപാട് ഒരു പതിറ്റാണ്ടിലധികമായി അത് നിലനിർത്തി കൊണ്ടുപോരുന്ന ഒരാളാണ്. മനസ്സിലായോ? അത് പലപ്പോഴും അയാൾക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. കാരണം ഈ കേരള ഘടകത്തിൻ്റെ ശക്തമായ എതിർപ്പും അതിനോടൊപ്പം പ്രകാശ് കാരാട്ടൊക്കെ നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ 2019 കഴിഞ്ഞ് അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയതിനെ തുടർന്ന് ഈ കോൺഗ്രസുമായിട്ട് ചേരണം എന്നുള്ള ഒരു സാധനത്തിന് പ്രാമുഖ്യം കിട്ടുകയും ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാം എന്നുള്ള നിലയിലേക്ക് ആ സാധനം പോയി. അതുപോലെ തന്നെ പ്രധാനമാണ് ഇയാൾ എങ്ങനെ ജനറൽ സെക്രട്ടറി ആയി എന്നുള്ളത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ജനറൽ സെക്രട്ടറി ആകാൻ ഒരു സാധ്യതയില്ലാത്ത സമയത്ത് ഇയാൾ ജനറൽ സെക്രട്ടറി ആയത്. കാരണം എന്താ, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് മാത്രമേ ഉള്ളൂ CPM. ബംഗാൾ പോയി, ത്രിപുര പോയി. അപ്പോൾ സ്വാഭാവികമായും പിണറായി വിജയൻ്റെ അത് 15-ല് 16-ൽ ആകുന്നതേ ഉള്ളൂ, ആയിട്ടുമില്ല. പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, കേരളത്തിൽ നിന്നുള്ള പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സെറ്റുകാരുടെ ശക്തമായിട്ടുള്ള എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഇയാളോട് നിന്നതുകൊണ്ടാണ് ഇയാളായത് എന്ന് മാത്രമല്ല, യെച്ചൂരി ആയതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സ്വാധീനം ശക്തിപ്പെടുത്തുകയും ഇപ്പം 3ാമത്തെ ടേമും അദ്ദേഹം ജനറൽ സെക്രട്ടറി ആവുകയും ചെയ്തു. മനസ്സിലായോ? അപ്പോൾ അവിടെയൊക്കെ തന്നെ പിണറായി വിജയൻ്റെ ഈ ഒരു ജീർണിച്ച രാഷ്ട്രീയത്തിന് പ്രാധാന്യം കുറയുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. മനസ്സിലായി? അപ്പം CPM-നെ സംബന്ധിച്ചിടത്തോളം, CPM-ൻ്റെ ജീർണതയ്ക്കെതിരായിട്ട് സമരം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ് സീതാറാം യെച്ചൂരിയുടെ ഈ ആകസ്മികമായിട്ടുള്ള മരണം എന്നുള്ളൊരു വിലയിരുത്തലാണ് നമുക്ക് ഇപ്പം നടത്താൻ കഴിയുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവർക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ എയിംസിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അതും ഇതിനകത്തൊരു പ്രത്യേകതയായിട്ട് എടുത്തു പറയാവുന്നതാണ്. പേരിനോടൊപ്പം ഉണ്ടായിരുന്ന ജാതി പേര് മുറിച്ചു മാറ്റി, അല്ലേ? അങ്ങനെയൊക്കെ ഒരു പ്രത്യേകത സീതാറാം യെച്ചൂരിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേരളത്തിലെ CPM-കാരുടെ ഇടയിലുള്ള ഒരു ശരീരഭാഷയല്ല ഇദ്ദേഹത്തിൽ കാണുന്നത്. മാധ്യമപ്രവർത്തകരോടൊക്കെ അദ്ദേഹം തോളിൽ തട്ടി ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രകൃതമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അല്ല, വ്യക്തിപരമായി നമ്മൾ നോക്കിയാലുണ്ടല്ലോ, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ ആയിരിക്കണമോ അങ്ങനെ ജീവിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ അവനിങ്ങനെ ബലം പിടിച്ച് ഇങ്ങനെ ഒരു സ്റ്റാലിനിസ്റ്റ് ആയിരിക്കണം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ളതാണ് ഒരു പരമ്പരാഗത ധാരണ. ആ പരമ്പരാഗത ധാരണയിൽ നിന്നും മാറി സാധാരണ മനുഷ്യനായിട്ടുള്ള ആളായിരിക്കണം, സാധാരണ ജനങ്ങളോട് ഇടപെടുന്ന ഒരാളായിരിക്കണം എന്നുള്ള ഒരു ഈ പറഞ്ഞ പോലെ ഒരു 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 എന്താണ് ഒരു ഐഡിയോളജി മുന്നോട്ട് കൊണ്ടുപോവുകയും എപ്പോഴും ചിരിക്കുന്ന, ഇപ്പം നമ്മളൊന്ന് ആലോചിച്ചു, ഇപ്പോൾ പ്രകാശ് കാരാട്ട് ചിരിക്കുന്നത് നമ്മൾക്ക് ഓർക്കാൻ കഴിയും, വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇയാൾ എപ്പോഴും ഒരു സുസ്മേരവദനാണ് ഇയാൾ. എന്ന് മാത്രമല്ല അയാൾക്ക് സാധാരണ പരമ്പരാഗത കമ്മ്യൂണിസ്റ്റുകൾ ഒരിക്കലും നിലനിർത്താത്ത ബന്ധങ്ങളും അയാൾക്കുണ്ടായിരുന്നു. അയാൾക്ക് പത്രക്കാരുമായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് ഇതിലെ മനോരമയിലെ ഡൽഹിയിലെ കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ജോമി തോമസ് ഉണ്ട്. ജോമി തോമസ് കേട്ടത് വലിയ ബന്ധമുണ്ടായിരുന്നു. അല്ല, ഇദ്ദേഹത്തിനൊരു ഭൗതിക തലമുണ്ട്. അതാണ് അദ്ദേഹത്തിന് മറ്റുള്ളവരുമായിട്ടൊക്കെ അടുപ്പിച്ചത്. അതെ, അതുണ്ടെങ്കിലും വലിയ ബുദ്ധിജീവിയായിട്ട് ഇവിടെ തോമസ് ഐസക്ക് ബലം പിടിച്ച് നിൽക്കാതെ. കാരണം വെച്ചാൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി വേൾഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 3 തവണ അതിൻ്റെ ചെയർമാനായ ഒരാളാണ്. ഈ എക്കണോമിക്സ് പഠിക്കാൻ പോയതാണ് പിന്നെ കമ്മ്യൂണിസത്തിലേക്ക് ആകർഷണമായത്. ഈ അച്ഛൻ ആഗ്രഹിച്ചത് മോനെ എഞ്ചിനീയർ ആക്കണമെന്നും, അമ്മ ആഗ്രഹിച്ചത് ഡോക്ടർ ആക്കണമെന്നും, മുത്തച്ഛൻ ആഗ്രഹിച്ചത് IAS-കാരനാക്കണമെന്നും ഒക്കെയാണ്. അതിൽ നിന്നൊക്കെ വിട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്ക് ഈ പറഞ്ഞതുപോലെ കൃത്യമായ അച്ചടക്കത്തോടും ചിട്ടയോടും കൂടി ഒരു ജീവിതശൈലി ഒന്നും ആയിരുന്നില്ല എന്നും കേൾക്കുന്നുണ്ട്. വളരെ ഒരു മനസ്സിലായില്ലേ, സാധാരണക്കാരൻ ഇപ്പോൾ BS അച്ഛനൊക്കെ പറഞ്ഞ രാവിലെ എഴുന്നൊക്കെ യോഗാഭ്യാസം ചെയ്യാൻ മറിച്ചത് മനസ്സിലായില്ലേ, സുഖചികിത്സയ്ക്ക് പോവുക, പിണറായി വിജയൻ്റെയൊക്കെ പ്രധാന പണിയതാണല്ലോ. അയാൾ അങ്ങനത്തെ ഒരാളായിരുന്നില്ലെന്നും അയാൾ വളരെ ഒരു ഫ്രീ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആയിരുന്നു എന്നൊക്കെ കേൾക്കുന്നു. ഇപ്പോൾ പുകവലിക്കുമായിരുന്നു കേൾക്കുന്നു, ചിലർ മദ്യപിക്കുമെന്ന് പറയുമായിരുന്നു.
നമ്മളൊന്നും ചെയ്യുന്ന വലിയ കുറ്റമായിട്ടൊന്നും ഞാൻ കാണുന്നത്. അപ്പം യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ളൊരു ജീവിതശൈലിയാണ് ഇപ്പോൾ അയാളുടെ ജീവിതം ഈ കുഴപ്പത്തിലാക്കിയതെന്നൊരു അഭിപ്രായവും ആളുകൾക്കുണ്ട്. കാരണം ചിട്ടയോടുകൂടിയുള്ള ഒരു ജീവിതശൈലി അല്ലാത്തത് കൊണ്ട് ന്യൂമോണിയൊക്കെ വരുമ്പോഴത്തേക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നിലയിലേക്ക് പോകും. മനസ്സിലായി. ഇപ്പോൾ പ്രഷർ, കൊളസ്ട്രോൾ ഇതൊക്കെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ശരീരഭാഷയും മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ളൊരു പാഠപുസ്തകമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ ബഹുഭൂരിപക്ഷ സമയവും അദ്ദേഹം ആ പാർട്ടി വളർത്താനും പാർട്ടിയെ ജീർണതയില്ലാത്ത ഒരു നല്ല പാർട്ടിയായി കൊണ്ടുനടക്കാനും അഖിലേന്ത്യാ തലത്തിൽ ആ പാർട്ടിക്ക് പിന്നെ കൂടുതൽ പ്രസക്തിയും പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെലവഴിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ 72 വയസ്സിലൊന്നും നമ്മളെ വിട്ട് പോകേണ്ട ഒരാളെ അല്ല. ഇതിനിടയ്ക്ക് ചോദിക്കട്ടെ, ഈ കേരളത്തിലെ കാര്യങ്ങളൊക്കെ, കേരളത്തിലെ കാര്യങ്ങളിലായിരുന്നല്ലോ അവരുടെ ശ്രദ്ധ മുഴുവൻ. അവസാനത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഒരുപക്ഷെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നോ? അതായത് ഇവിടുത്തെ പിന്നെ BJP ബന്ധം, RSS ബന്ധം കാര്യങ്ങളുമൊക്കെ. അല്ല, അതൊക്കെ അനൗദ്യോഗികമായി അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പുതിയ ഡെവലപ്മെൻ്റ് ഇല്ല. കാരണം 1.5 മാസക്കാലമായിട്ട് അദ്ദേഹം MA ഒക്കെ പറയുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ അദ്ദേഹത്തെ കണ്ടു ഇതൊക്കെ സംസാരിച്ചു എന്നൊക്കെയാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള 1.5 ആഴ്ചക്കാലമായി അദ്ദേഹം വെന്റിലേറ്ററിലായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ എനിക്കിതിൽ നിന്ന് മനസ്സിലാകുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂമോണിയൊക്കെ വരുമ്പോൾ മറ്റ് രോഗങ്ങളുമായി അത് കയറി ബന്ധിച്ച് കഴിയുമ്പോഴാണ് ഈ ന്യൂമോണിയൊക്കെ വന്നു കഴിയുമ്പോൾ അത് പിടിച്ചാൽ മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയറിലേക്കും അതിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനൊരു അന്ത്യമുണ്ടായത്. ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ചതുകൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴത്തെ പരമ്പരാഗത കമ്മ്യൂണിസ്റ്റുകാർ ജീവിക്കുന്ന പോലെ ആയിരുന്നെങ്കിൽ എന്തായാലും ഒരു 80-85 വയസ്സ് 90 വയസ്സൊന്നും കഴിയാതെ സുഖചികിത്സയോടുകൂടി എല്ലാ ചികിത്സയോടുകൂടിയും പോകേണ്ടതാണ്. പക്ഷേ അത് പോകാത്തത് ഇതുകൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ് യെച്ചൂരി എന്ന് പറയുന്ന മനുഷ്യൻ വഹിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. PS-നെ സംബന്ധിച്ചിടത്തോളം PS-ന് ഇതൊരു വലിയ ആഘാതമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. PS സജീവമായി ഉണ്ടായിരുന്നുവെങ്കിൽ യെച്ചൂരി കേരള പാർട്ടിയെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തും, നവീകരിക്കുമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.